നമസ്കാരം. മോദിയുടെ സ്വന്തം അമിത്ഷായുടെ പോലീസിന്റെ ഒരു നാണംകെട്ട അധ്യായം കൂടി സംഭവിച്ച ദിവസമാണ് ഇന്ന്. സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റതിന് ശേഷം അവർ മറ്റൊരു കുടില നീക്കം നടത്തി. അത് പൊളിഞ്ഞു. അത് നടത്തിയത് ഡൽഹിയിലാണ്. AKG ഭവനിന് അകത്താണ്. CPM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിനകത്ത് SFIയുടെ അഖിലേന്ത്യാ നേതാവും CJP സമരത്തിൽ ശക്തമായി മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് എത്തിയതാണ്. അമിത്ഷായുടെ പോലീസ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? യൂണിഫോം ഇല്ലാതെ സ്വകാര്യ കാറിൽ വന്നിറങ്ങി പോലീസ് ഒരു വലിയ നീക്കത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്ന് ഊടുപാട് ജോൺ ബ്രിട്ടാസിന്റെ പ്രകടനത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമായി പിന്തിരിഞ്ഞോടേണ്ടി വന്നു ഷാജിയുടെ പോലീസിന്. യൂണിഫോം ഇല്ലാതെ എങ്ങനെയാണ് ഇതിനുള്ളിൽ കടക്കുക എന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. You please take care also. No. I am going to be here. No. Please go and wear your uniform. How do we know that you are part of the police? മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ സിനിമയിൽ സുരാജിന്റെ ഗുണ്ടയുടെ കഥാപാത്രമുണ്ട്. പീഡിപ്പിക്കാൻ വന്നിട്ട് തിരിഞ്ഞോടേണ്ടി വന്ന കഥാപാത്രം. എനിക്ക് ഈ ദേശത്തെ വഴിയേറിയില്ലട എന്നും പറഞ്ഞ് നാണം കെട്ട് ഓടിപ്പോയൊരു കഥാപാത്രം. സമാന നിലയിൽ അമിത്ഷാ അദ്ദേഹത്തിന്റെ പോലീസ് ഓടിപ്പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വീഡിയോയിൽ നമ്മൾ ഈ വിദ്യാർത്ഥി സമരത്തിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ദിവസം അമിത്ഷായ്ക്കും മോദിക്കും ഉണ്ടായ 3 നാണക്കേടുകളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ഈ നാടകം തന്നെ. സുപ്രീം കോടതിയിൽ സമരത്തിനെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ രണ്ടാമതായി ചർച്ച ചെയ്യാം. ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷായുടെ പോലീസിന്റെ ഒരു നാടകം അരങ്ങേറിയത്. പോലീസ് എത്തി അറസ്റ്റ് ചെയ്യാൻ അതിവേഗ നടപടി എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അതായത് CJP സമരത്തിൽ ഉണ്ടായ തിരിച്ചടിയെ മറികടക്കാൻ സകല സാധ്യതകളെയും തേടുകയാണ് മോദി സർക്കാർ. ആ മോദി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് അമിത്ഷായുടെ ഈ ആഭ്യന്തര വകുപ്പിന്റെ നടപടികളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മറ്റു പല വീഡിയോകളിൽ തന്നെ ചർച്ച ചെയ്താണ്. ഈ CJPയുടെ സമരത്തെ, സമാധാനപരമായി പോകുന്ന സമരത്തെ അതിക്രൂരമായി വേട്ട ആടിയ പോലീസ്. ആ പോലീസ് നേരത്തെ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ സമരങ്ങൾക്കെതിരെ നടത്തിയ നടപടികളുടെ തുടർച്ചയായി എടുത്ത നടപടി രാജ്യത്തിൻ്റെ ആകെ വൈകാരിക അനുഭവം നേടിയെടുത്തു സമരം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി അമിത്ഷായാണ്, ആഭ്യന്തര വകുപ്പാണ്, മോദിയാണ്. ആ പണി ചെയ്യിപ്പിച്ച അമിത്ഷായെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുന്ന നരേന്ദ്രമോദിയാണ്. ഈ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് നാണക്കേട് മറക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുത്തു. എന്താണ് അത്? ഈ സമരത്തിൻ്റെ അഭിജിത് ദീപ്കയുടെ ഒപ്പം അതിശക്തമായി ആദ്യമധ്യാന്തം സമരത്തിലുണ്ടായിരുന്ന SFIയുടെ ഐഷി ഘോഷിനെ പിടിച്ച് അകത്തിടുക എന്നുള്ളതാണ്. അങ്ങനെ AKG ഭവനിലേക്ക് ഡൽഹിയിൽ CPM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലേക്ക് പാർട്ടി ഓഫീസിനകത്തേക്ക് പോലീസ് ഇരച്ചു കയറി. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു മഫ്തി ഇട്ട ഒരു വനിതാ പോലീസ്, സാധാരണ യൂണിഫോം ഇടാത്ത ഒരു വനിതാ പോലീസും ഒപ്പം ഒരു പോലീസുകാരനും ഒരു പ്രൈവറ്റ് കാറിൽ വന്നിറങ്ങി അകത്ത് കയറി ഞങ്ങൾ ഡൽഹി പോലീസാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ജോൺ ബ്രിട്ടാസ് അതിവേഗത്തിൽ അവിടെ എത്തി ഈ കാര്യം ചോദ്യം ചെയ്തു. മെമ്പർ ഓഫ് പാർലമെന്റ് इसलिए आया है, क्या करने के लिए आया? आप बता दीजिए. ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे बार्जिन करने के लिए आपको किसने दिया? आपको इस तरह की कीमत जानना पड़ेगा ना. जस्ट टेल मी व्हाट इज एंड व्हाट इज दिस केस. ഒരു MP ഇത്രയും സംസാരിക്കുമ്പോൾ അവരുടെ പുച്ഛം കണ്ടില്ലേ? ഏത് വല്ല ചാണക സംഭവമാണെങ്കിൽ MP-യുമാണെങ്കിൽ തൊഴുതു വണങ്ങുന്ന മാഡത്തിന് CPM-ന്റെ ജോൺ ബ്രിട്ടാസിനെ അത്രക്ക് പിടിക്കുന്നില്ല. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Listen, tell me. This is NBW against her in case FIR number 21 of I know this case. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വരെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പോലീസല്ലേ, എന്ത് ചെയ്യാം? This case has been pending for last several years. She going to present herself in the court on 30th. In the meantime, you want, to create a scene, to give a message to everybody that you will not spare anybody who was part of this Jantar Mantar. കൊടുക്കം ചോദിക്കേണ്ട പോലെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ ബ്രിട്ടാസിന് മുന്നിൽ ചൂളിപ്പോയി ആ പോലീസ് ഉദ്യോഗസ്ഥ. आज मेरा हाई कोर्ट मैटर था. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, काफी बारिश थी, इसके वजह से मेरी യൂണിഫോമും നെയിം പ്ലേറ്റും കൂടി ചോദിച്ചപ്പോൾ വേഗം തടി കഴിച്ചാലാക്കി സ്ഥലം വിട്ടു. Since you are in a police action now, you should be in your uniform. I would request you to go back. Have your uniform, come with your badge. Okay. കണ്ടില്ലേ, ഈ പോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലർവാടി ആർട്സ് ക്ലബ്ബിൽ നമ്മളെ സുരാജ്
ഈ ദേശത്തിലെ വഴി എനിക്കറിയില്ലേ എന്നും പറഞ്ഞ് ഓടിപ്പോയ പോക്കാണ്. കയറിപ്പോകുന്ന വാഹനം നോക്കൂ, പോലീസ് വാഹനം പോലുമല്ല, സ്വകാര്യ വാഹനം. ഇതാണ് അമിത്ഷായുടെ പോലീസിൻ്റെ അവസ്ഥ. CJPയുടെ വിദ്യാർത്ഥികൾക്ക് നേരെ കുറുവടിയും ചരടും കെട്ടിയ കുറേ പേർ ഗുണ്ടകളെ പോലെ പോലീസിനൊപ്പം ചേർന്ന് കുട്ടികൾക്ക് നേരെ വടിയെടുത്ത് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്, ഇന്ത്യ ആകെ കണ്ടതാണ്. മോദി ഷാ പോലീസ് അതാണ്. പോലീസ് ശമ്പളം കൊടുക്കുന്ന കുറേ പേർ പുറമേക്ക് കാണും, അടിച്ചോടിക്കാൻ കൂലിക്ക് കൊടുത്ത സംഘവും കൂടെ ഉണ്ടാകും. അവർക്കെന്ത് പോലീസ്, എന്ത് പോലീസ് വണ്ടി? ഇതാണ് സമരത്തിനിടയിൽ കണ്ട കുറുവടി സംഘത്തിൻ്റെയും കഥ. ഇന്ന് ഡൽഹിയിൽ നടന്നത് എന്താണ്? അവിടെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിൻ്റെ കയ്യിലെ വിശദാംശങ്ങൾ എന്താണ്? ബംഗ്ലാ ഭവന് മുന്നിൽ വർഷങ്ങൾക്ക് മുന്നേ 2021 നടന്ന ഒരു പ്രതിഷേധ സമരം. അന്ന് ആ സമരത്തെ തുടർന്ന് 2021 രജിസ്റ്റർ ചെയ്ത കേസ്, ഐഷി ഘോഷിനും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയെ നടത്തിയ ഒരു സമരം. ആ കേസിൽ ഇപ്പോൾ അകത്തിടാനാണ് പോലീസ് എത്തിയത്. അതായത് ഈ വരുന്ന 30-ാം തീയതി കോടതിയിൽ ആ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ഇന്നത്തെ നടപടി. മാത്രമല്ല RSS മുഖപത്രം ഓർഗനൈസറിൽ 10 ശക്തികളുടെ കാര്യം, ഈ CJP സമരത്തിൽ ഇടപെട്ട് ഈ സർക്കാരിനെ മുട്ടുകുത്തിച്ച 10 ശക്തികൾ, അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് പട്ടിക തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഐഷി ഘോഷ് അടങ്ങുന്ന സംഘവും ബ്രിട്ടാസും ഉണ്ട്. അതാണ് ഈ തുടർച്ചയുടെ ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയും അമിത്ഷായുടെ പോലീസിൻ്റെ നാണക്കേട് മറക്കാനുള്ള നീക്കത്തിൻ്റെ തൽക്കാലത്തേക്ക് ആരെങ്കിലും പിടിച്ച് അകത്തിട്ടാൽ മതി എന്നുള്ള നടപടിയുടെയും പ്രതികാര നടപടിയുടെയും കഥയുടെ പിന്നിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്? അതായത് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രജിസ്റ്റർ ചെയ്ത CJPയുടെ കേസിൽ എന്താണ് അറസ്റ്റ് ചെയ്തത്? അതിനാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന ഡെവലപ്മെൻറ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഈ വീഡിയോയിൽ രണ്ടാമതായി നമ്മൾ നോക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നേറ്റ കനത്ത ഒരു തിരിച്ചടി ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ മർദ്ദനത്തിൽ സുപ്രീം കോടതി ഈ പരിഗണിച്ച കേസിലുണ്ടായ തിരിച്ചടിയാണ്. നീറ്റ് ക്രമക്കേട് സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായ മുഴുവൻ വിദ്യാർത്ഥികളെയും ജയിൽ മോചിതരാക്കാൻ സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചു. സമരത്തിനെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശവും ഉണ്ടായി. മനസ്സിലായല്ലോ, അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഈ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ എന്ന്. ഇതിൽ പ്രകോപിതരായാണ് പ്രതികാരത്തിനായി ദാഹിച്ച് കാത്തിരുന്ന ഷായുടെ പോലീസ് മറ്റൊരു കേസിൽ മറ്റേതെങ്കിലും കേസുണ്ടോ എന്ന് തപ്പിയെടുത്തിട്ട് ആ സമരത്തിൽ പങ്കെടുത്ത ഒരാൾക്കെതിരെ, ഐഷി ഘോഷ് എന്ന് പറഞ്ഞ പ്രധാന നേതാവിനെതിരെ മറ്റൊരു കേസ് കണ്ടുപിടിച്ച് 2021 കേസിൽ 30-ാം തീയതി വരെ കോടതിയിൽ പരിഗണിക്കുന്നത് വരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്തിടാലോ. ഇത് കൊള്ള ചെയ്തതോ വേറെ എന്തെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കിയതോ ഒന്നുമല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കേസാണ്. SFIയുടെ അഖിലേന്ത്യാ നേതാവാണല്ലോ. അങ്ങനെ ആ കേസിൽ വന്ന് ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ടുപോകാൻ പോലീസ് എത്തിയത്. സമരത്തിൻ്റെ പേരിൽ നടന്ന പോലീസ് അതിക്രമം അന്വേഷിക്കാൻ സുപ്രീം കോടതിയെ നിർദ്ദേശിച്ചതോടെ സർക്കാരിനേറ്റ ഈ കനത്ത ആഘാതത്തെ മറികടക്കാനാണ് ഈ നടപടി. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം അന്വേഷിക്കാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാം എന്നുവരെ ഇന്ന് കോടതി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സമാധാനപരമായ പ്രതിഷേധമാണ് നടന്നത്. ഭരണഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരുന്നു. ഇതിൽ പോലീസ് അവർക്ക് നേരെ കാണിച്ച അതിക്രമം സ്വതന്ത്ര അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം നടന്ന ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീം കോടതി നോട്ടീസും അയച്ചു. അതായത് കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നവയാണ്. BJP സംസ്ഥാനങ്ങളുടെ സ്വഭാവത്തോടെ സമരത്തെ അസഹിഷ്ണുതയോടെ VD സതീശൻ സർക്കാർ നേരിട്ടു എന്ന ആ ഒരു സംശയാസ്പദ സാഹചര്യം ഇവിടെ VD സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ്. വേടൻ പങ്കെടുത്ത സമരത്തിലടക്കം ആകെ 5000 പേർക്കെതിരെയാണ് കേരളത്തിൽ കേസുകൾ എടുത്തിട്ടുള്ളത് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പശ്ചാത്തലം. ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഈ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സുപ്രീം കോടതി ഗൗരവത്തിൽ കാണുന്നു. ആ വിദ്യാർത്ഥി സമരത്തിനെതിരെ എടുത്ത പോലീസിൻ്റെ നടപടികൾ, ക്രൂരമായ നടപടികളെ സുപ്രീം കോടതി ഗൗരവത്തിൽ കാണുന്നു. അതിനെതിരായ വലിയ അന്വേഷണം വരികയാണ്. ആ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പാടില്ല ആ കേസുകളിൽ എന്നുള്ള നിർദ്ദേശവും നൽകിയതിൻ്റെ തുടർച്ചയായിട്ടാണ്. എന്നാൽ പിന്നെ അങ്ങനെ വിട്ടുകൂടല്ലോ, ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് AKG ഭവന് മുന്നിലേക്ക് വന്നത് നാണക്കേടായി, അമിത്ഷായ്ക്ക് കനത്ത നാണക്കേടായി എന്നാണ് ഇന്നത്തെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതാണ് മറ്റൊരു നാണക്കേടിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. അതും കോടതിയിലാണ്. റഹീം MP-യുടെ വകയാണ് ആ നീക്കം. ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ റഹീമിൻ്റെ നീക്കം ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് CJP സമരത്തിനെതിരെ കടുത്ത നിലപാടാണ് ഈ സർക്കാർ എടുക്കുന്നത്. ആ സമരത്തിൽ ശക്തമായി കൂടെ നിന്ന സംഘടനയാണ് CPM മുതൽ SFI വരെയുള്ള സംഘടന. ഈ SFIക്ക് നിർണായക റോളുണ്ട്. ഡൽഹി പോലീസ് മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലരെയും അവരുടെ പഴയ കേസുകൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അവിടെ കേസിൽ ഹാജരായ ആളുകൾ
ആളുകളുടെ ടെക്നോളജി ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന പരിപാടിയാണ്. നമ്മളെ സ്വകാര്യത ലംഘിക്കുന്ന പരിപാടിയാണ്. അത് പോലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയുണ്ട്. അതുപയോഗിച്ചാണ് അവിടെ എത്തിയ ഓരോരുത്തരുടെയും പഴയ കേസുകൾ പോലീസ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് പ്രതികാരം ചെയ്യുന്നത് ഇത്തരത്തിൽ. ഇപ്പോൾ ഐഷി ഘോഷിനെയും ചിലപ്പോൾ ഐഷി ഘോഷിനെ പിന്നെ എല്ലാം അത്യാവശ്യം അറിയുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും പേരും അറിയാം, ഡീറ്റെയിൽസും അറിയാം, കേസ് തപ്പിപ്പിടിക്കാൻ വലിയ പ്രശ്നമില്ല. പരിചയമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള മുഖം തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആളുകളുടെ പഴയ പൂർവ്വ കേസുകൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കിയ ആളുകളെയൊക്കെ പിടിച്ചകത്തിടാനും മറ്റ് ഭീകരമായ പ്രതികാരത്തിനും നീക്കം നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പരിപാടി, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വകാര്യത ലംഘിച്ചത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എ റഹീം MP ഹർജി നൽകിയിട്ടുണ്ട്. ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ സമാധാനപരമായ പൊതുപ്രതിഷേധങ്ങളിൽ ജനങ്ങളെ നിയമപരമായി അധികാരമില്ലാത്ത ബയോമെട്രിക് നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഡൽഹി പോലീസ് ചെയ്തു. ഇത്തരമൊരു നിരീക്ഷണത്തിന് അനുമതി നൽകുന്ന പ്രത്യേക നിയമം പാർലമെന്റ് പാസ്സാക്കാതെ ഡൽഹി പോലീസ് ഇത് ചെയ്തത് വിലക്കണം, ഇനിയും ചെയ്യാൻ പാടില്ല, ചെയ്തതിനെതിരെ കോടതി നടപടിയെടുക്കണം എന്നാണ് എ റഹീമിന്റെ ആവശ്യം. ഡൽഹി പോലീസ് നിയമത്തെ നോക്കുകുത്തിയാക്കി പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സാധാരണ പൗരരുടെ മുഖം തിരിച്ചറിയൽ, വിരലടയാള ശേഖരണം, ബയോമെട്രിക് നിരീക്ഷണം എന്നിവയ്ക്ക് അനുമതിയില്ല. എന്നിട്ടും ഡൽഹി പോലീസ് പ്രതിഷേധക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും മറ്റ് പൗരരുടെയും ബയോമെട്രിക് വിവരങ്ങൾ സ്വയം ശേഖരിച്ചു. എന്നിട്ട് ദേശീയ കുറ്റവാളി ഡാറ്റാബേസുകളുമായി താരതമ്യം ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പല രീതിയിൽ ദുർവ്യാഖ്യാനത്തിനും പൊതുസമൂഹത്തിന് മുന്നിൽ വേട്ടയ്ക്കും ഇട്ടുകൊടുത്തു എന്നാണ് ഹർജിയിലെ ആരോപണം. CCTV ക്യാമറകൾ, ഡ്രോണുകൾ, മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ വാഹനങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൽഹി പോലീസ് ഇങ്ങനത്തെ പരിപാടി ചെയ്തത്. പലപ്പോഴും വലിയ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നതുപോലെ ചെയ്തു. ഇവ വഴി പ്രതിഷേധക്കാരെ തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്തു, സമരത്തിന് വരുന്ന ആളുകളെ. എന്നിട്ട് സമരത്തിനെ പൊളിക്കാനുള്ള നീക്കം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് പലപ്പോഴും കാണാതായവരെ കണ്ടെത്താനും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാനും ഒക്കെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ആരോഗ്യകരമായ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെ മറ്റു രീതിയിൽ സാമൂഹ്യ വിരുദ്ധമായ നിലയിൽ വ്യക്തികളുടെ, പൗരരുടെ സ്വകാര്യ സംരക്ഷണത്തെ ലംഘിക്കുന്ന തരത്തിലേക്ക് ഡൽഹി പോലീസ് ഉപയോഗിച്ചു. അതുകൊണ്ട് സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ ഇത് ഉപയോഗിച്ചത് സ്വന്തം നയങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ് എന്നാണ് എ റഹീമിന്റെ വാദം. മാത്രമല്ല, ഇതൊരു സ്വകാര്യ ഏജൻസിയെ വെച്ചിട്ടാണ് പോലീസ് ചെയ്തതെന്നുള്ള ആരോപണമുണ്ട്. ഉപയോഗിച്ച സാങ്കേതിക വിദ്യ, ഡാറ്റാബേസുകൾ, സ്വകാര്യ കമ്പനികളുമായുള്ള കരാറുകൾ ഇവ പരസ്യമാക്കണം എന്ന് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരീക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം ഉറപ്പാക്കുക, വിവരങ്ങൾ നീക്കം ചെയ്യാൻ പരാതി പരിഹാര സംവിധാനം ഒരുക്കുക, സ്വകാര്യ കമ്പനികളുടെ കൈവശമുള്ള എല്ലാ ബയോമെട്രിക് വിവരങ്ങളും സംരക്ഷിച്ച് ശാശ്വതമായി ഇല്ലാതാക്കാൻ നിർദ്ദേശം നൽകുക എന്നിവയാണ് സുപ്രീം കോടതിയിൽ എ റഹീം ഉന്നയിച്ച ആവശ്യം. ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവും ഇതും ഈ ഹർജിയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഷാജിയുടെ പോലീസിന് ഇനി അങ്ങോട്ട് പിടിപ്പത് പണിയുണ്ടാകും എന്നാണ് തോന്നുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളെ മുൻനിർത്തി നടത്തിയ എല്ലാ കുടിലമായ തന്ത്രങ്ങൾക്കും കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം കൂടി കോടതിയുടെ മുന്നിലേക്ക് വരുമ്പം അതിന്മേലും എങ്ങനെയാണ് കോടതി നടപടി എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഷാജിയുടെ പോലീസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടാകും. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടായിരിക്കും AKG ഭവന് മുന്നിൽ ഈ പ്രതികാര നാടകം അരങ്ങേറിയത്. നന്ദി, നമസ്കാരം.